السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവും നല്ല അറിവും അതോടൊപ്പം നല്ല കാഴ്ചപ്പാടും വെച്ചു പുലർത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ജീവിതത്തിലെല്ലാം നന്മകൾ ചെയ്യണം എന്നും തിന്മകൾ കടന്നു വരരുതെന്നും അതീവ ജാഗ്രതയോടുകൂടെ ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അധാർമികതയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രം നൽകി ഈ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരെല്ലാം ആ നാട്ടിൽ നടന്നിരുന്ന എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തിയുക്തം എതിർക്കുകയും അതോടൊപ്പം തന്നെ ആ നാട്ടിൽ നടമാടിയിരുന്ന ധാർമ്മിക വിരുദ്ധമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇടപാടുകളെയും നഖശിഖാന്തം എതിർക്കുകയും ചെയ്തിരുന്നു എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച സമയത്തും മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷവും രണ്ട് തരം തിന്മകളെയാണ് അവിടുന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. മക്കയിൽ കൊടികുത്തി വാഴ്ന്നിരുന്ന ശിർക്കായിരുന്നുവെങ്കിൽ മദീനയിൽ സമൂഹം ഏതെല്ലാം കാര്യങ്ങൾ വെറുക്കുകയും അറക്കുകയും ചെയ്തിരുന്നുവോ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. മനുഷ്യൻ വെറുക്കുക മാത്രമല്ല, തലമുറകളോളം അതിൻ്റെ വിപരീത ഫലം നിലനിൽക്കുകയും ചെയ്തിരുന്ന തിന്മകൾ പോലും മദീനയിൽ നടമാടിയിരുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാം, മദീനയിൽ അവതീർണമായ ആയത്തുകളെല്ലാം അള്ളാഹുവിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്നതോടു കൂടെ തന്നെയും സമൂഹവുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട, വ്യക്തിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ വിസ്തരിച്ച് സംസാരിക്കുന്നത്, പറയുന്നത് നമ്മൾക്ക് ഖുർആനിൽ നിന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ അർത്ഥം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എതിർക്കുമ്പോൾ തന്നെയും അതേ ശക്തിയോടെ അതേ ബലത്തോടെ തന്നെ സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാ അനർത്ഥങ്ങളെയും എല്ലാ അധാർമികതകളെയും അല്ലാഹു തആല ഖുർആനിലൂടെ എതിർക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യണം എന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ ആളുകളും ഓരോ വിശ്വാസിയും അയാളുടെ ജീവിതത്തിൽ ഈ ധാർമ്മികമായ നിലവാരം കാത്തുസൂക്ഷിക്കണമെന്ന് ഇവിടെ ആദ്യം പ്രസംഗിച്ച പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനം നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. എല്ലാ ഹറാമുകളെയും എല്ലാ വിരോധിക്കപ്പെട്ട കാര്യങ്ങളെയും നീ സൂക്ഷിക്കുക. തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ആരാധിക്കുന്ന, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ആരാധിക്കുകയും അള്ളാഹുവിനെ
തഖ്വ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകളിൽ നീ ആയിത്തീരും എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖിൽ മഹാരിമ എന്നാണ്. ഹറാമുകൾ മാത്രമല്ല, ആ ഹറാമിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളും ഇസ്ലാം അടച്ചു കളഞ്ഞു, എല്ലാ വഴികളും ഇസ്ലാം അടച്ചു കളഞ്ഞു. വ്യഭിചാരം അള്ളാഹു വിരോധിച്ചു. ആ വ്യഭിചാരം വിരോധിച്ചതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും സൂചനകളെയും അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചക തിരുമേനിയും വിരോധിച്ചത് ഖുർആനിലും ഹദീസിലും നമ്മൾക്ക് കാണാവുന്നതാണ്. അവിടെ വേഷം വന്നോ, പെരുമാറ്റ മര്യാദകൾ വന്നോ, ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നോ, വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വന്നോ, എല്ലാം വന്നത് വ്യഭിചാരം എന്ന തിന്മയെ ചെറുക്കാനും അതിനെ തോൽപ്പിക്കാനും അതിനെ തടുക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുതെന്ന പ്രയോഗം മുഫസ്സിറുകൾ വിശദീകരിച്ചത് വ്യഭിചാരം ചെയ്യരുത് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു വിക്രിയകളും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചത് നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണ്, കയ്യിൻ്റെ വ്യഭിചാരമാണ് പിടുത്തം, കാലിൻ്റെ വ്യഭിചാരമാണ് നടത്തം. മനസ്സ് അത് സമ്മതിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അയാളുടെ ശരീരം അതിന് വഴങ്ങുമ്പോൾ അത് പരിപൂർണമായ ഒരു വ്യഭിചാരമായി മാറുന്നു എന്നാണ് പറഞ്ഞു വന്നത്. ഒരു തിന്മ യഥാർത്ഥത്തിൽ ആ തിന്മയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ വഴികളും അടക്കുകയും എല്ലാ മാർഗങ്ങളും അടക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ഈ വിഷയത്തിൽ ആളുകൾക്ക് മാർഗദർശനം നൽകുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നടന്ന ഒരു സംഭവം, ഒരു ചർച്ച. ഖാല സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലളറബ്തുഹു ബിസ്സൈഫി. അദ്ദേഹം പറഞ്ഞു, ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ കണ്ടാൽ ഞാൻ അയാളുടെ നേരെ ഞാൻ എൻ്റെ വാളുയർത്തുകയും അയാളെ ഞാൻ കൊന്നുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഫബലഗ ദാലിക റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ സംസാരമെത്തി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട റസൂലുള്ളാഹ് പറഞ്ഞത്, തഅജബൂന മിൻ ഗൈറത്തി സഅദ, സഅദിന്റെ കോപത്തിൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ? സഅദ് അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? വല്ലാഹി ല അന അഗൈറു മിൻഹു വല്ലാഹു അഗൈറു മിൻഹു വല്ലാഹു അഗൈറു മിന്നി. അല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിനെയാണ്, സഅദിനേക്കാൾ കോപിഷ്ഠനായിരിക്കും ഞാൻ, എന്നേക്കാൾ കോപിഷ്ഠനായിരിക്കും അല്ലാഹു തആല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമിൻ അജ്രി ഗൈറത്തുല്ലാഹ് ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുവിൻ്റെ കോപത്തിൻ്റെ കാരണം അല്ലാഹു തആല എല്ലാ പ്രത്യക്ഷമായതും എല്ലാ പരോക്ഷമായതും രഹസ്യമായാലും പരസ്യമായാലും എല്ലാ ഹറാമുകളും അല്ലാഹു തആല വിലക്കിയിട്ടുണ്ട് എന്നതാണ്. അന്യ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനെ കാണുന്നത് പോലെ സ്വന്തം ഭാര്യയുടെ കൂടെ ഒരു അന്യ പുരുഷനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരാളുടെ ദേഷ്യവും ഒരാളുടെ ഗീറയും എത്രമാത്രം വലുതാണോ അതിലേറെ വലുതാണ് അല്ലാഹു തആല ഒരു ഹറാം ചെയ്യുമ്പോൾ ഒരടിമയുടെ കയ്യിൽ നിന്ന് അള്ളാഹു വിരോധിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിത്തീരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെ ഒരു കാര്യം, ഇന്ന ശർറന്നാസി മൻസില, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ആളുകൾ ഇൻദല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകൾ മൻ വദഅഹുന്നാസു ഔ തറക്കഹുന്നാസു ഇത്തിഖാഅ ഫുഹ്ശിഹി, ഒരാളെ ആളുകൾ അവഗണിക്കലാണ്, അയാളുടെ അധർമ്മങ്ങൾ കാരണമായി, അയാളുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി, അയാളുടെ തോന്യാസങ്ങൾ കാരണമായി, അയാളുടെ വൃത്തികേടുകൾ കാരണമായി ഏതൊക്കെ ആളുകൾ അകറ്റപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ആളുകൾ അവഗണിക്കുകയും ചെയ്യുന്നുവോ അയാളാണ് മഹ്ശറയിൽ അല്ലാഹുവിൻ്റെ അടുത്ത് ഇന്ന അശറന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനായ ആള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിച്ചത് വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബു ദുനിയാ ഹത്താ യഅതി അലന്നാസി യൗമുൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? തിരുമേനി വിശദീകരിക്കുന്നത് നോക്കുക. ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില, ഒരാൾ കൊല്ലപ്പെടുന്നത് എന്തിനാണ് താൻ കൊല്ലപ്പെടുന്നത് എന്ന് അയാൾക്കറിയാത്ത ഒരു കാലം, എന്തിനാണ് താൻ ഒരാളെ കൊന്നത് എന്നറിയാൻ കഴിയാത്ത ഒരു കാലം. ഇങ്ങനെ ഒരു കാലം വന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഇന്ന മിൻ അശ്റാത്തി സാഅ,
അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? നമ്മൾ നിത്യേന കാണുന്ന വാർത്തകൾ എന്താണ്? അധർമ്മങ്ങളെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, സ്ത്രീപീഡനത്തെക്കുറിച്ച്, കൊലപാതകങ്ങളെക്കുറിച്ച്, പിടിച്ചുപറിയെക്കുറിച്ച്, നാടിന്റെ വികാസത്തിന്റെ പേര് പറഞ്ഞ് പൊതുമുതൽ കൈക്കലാക്കുന്നതിനെ സംബന്ധിച്ച്, അഴിമതികളെക്കുറിച്ച്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കൊടും കാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കൊടും കാടുകളിൽ മഴ പെയ്തിറങ്ങുന്നത് പോലെ ഫിത്നകളും കലാപങ്ങളും ഇറങ്ങി വരുന്ന ഒരു കാലം. ആ കാലമാണ് ഒരുപക്ഷെ നമ്മൾ ഈ ജീവിക്കുന്ന കാലം. ഈ ജീവിക്കുന്ന കാലത്ത് ജീവിക്കുന്ന ഒരാൾ അയാൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെടുകയും പരലോകത്തെ പേടിക്കുകയും ചെയ്യുക എന്നത്. ആകാശങ്ങളിലും ഭൂമിയിലും കടലിലും കരയിലുമെല്ലാം എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി ഫസാദുകൾ, കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ്. ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതല്ല. ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ അധർമ്മങ്ങൾ വിതച്ചതല്ല. മനുഷ്യരുടെ കരങ്ങളാണ്, ആദമിന്റെ മക്കളാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നത് അവര് പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർ ചിലത് അനുഭവിക്കേണ്ടതുണ്ട്, അവർ ചിലത് അവരുടെ ജീവിതത്തിൽ പറ്റിയെടുക്കേണ്ടതുണ്ട്. രോഗങ്ങളായി, ദുരിതങ്ങളായി, കടുത്ത പരീക്ഷണങ്ങളായി, പരസ്പരമുള്ള ശത്രുതകളായി, യുദ്ധങ്ങളായി, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപക്ഷെ ശിക്ഷകൾ അള്ളാഹുവിൽ നിന്നിറങ്ങാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ അധർമ്മങ്ങൾ പെരുക്കുകയും ആളുകൾക്കിടയിൽ അന്യായങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ ഇറക്കും. ആ പരീക്ഷണങ്ങളിൽ ഭൂകമ്പമുണ്ടാകും, ആ പരീക്ഷണങ്ങളിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, ആ പരീക്ഷണങ്ങളിൽ ഒരുപാട് മുമ്പ് ഒരു സമൂഹത്തിലും കേൾക്കാത്ത രോഗങ്ങൾ പടരും. ആ സമൂഹങ്ങളിൽ ഒരുപാട് സാമ്പത്തികമായ ഒരുപാട് പരാധീനതകൾ ഉണ്ടാവും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തരമൊരു സമൂഹത്തിലാണ്, ഇത്തരമൊരു ജനതയിലാണ് കൊടുമ്പിരിക്കൊള്ളുന്ന, കൊടികുത്തി വാഴുന്ന, അധർമ്മങ്ങൾ തകർത്ത് കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ ദുരന്തങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ, ഒരാൾ കക്കുന്നത് അയാളുടെ മനസ്സിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. കളവ് നടത്തുന്ന ഒരു കള്ളൻ അയാൾ കക്കുമ്പോൾ അയാളിൽ ഈമാൻ അവശേഷിക്കുന്നില്ല. വലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഒരാൾ വിശ്വാസിയായിരിക്കെ അയാൾക്ക് വ്യഭിചരിക്കാൻ സാധ്യമല്ല. അയാളിൽ നിന്ന് വിശ്വാസം ഊരിമാറ്റപ്പെടുമ്പോഴാണ് അയാൾ വ്യഭിചാരത്തിന് മുതിരുന്നത്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ മുഅ്മിനുൻ, ഏതെങ്കിലും ഒരാൾ അയാൾ മദ്യപിക്കുന്നുണ്ടോ, അയാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ, വിശ്വാസിയായിക്കൊണ്ട് അയാൾക്കതിന് സാധ്യമല്ല. റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന അലല്ലാഹി അഹദൻ ലിമൻ യശ്റബുൽ മുസ്കിറ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വചനം ശരിക്കും നമ്മൾ കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഒരു കരാറാണ്, അല്ലാഹുവിന്റെ ഒരു ഉടമ്പടിയാണ്. എന്താണ് ആ ഉടമ്പടി? ലിമൻ യശ്റബുൽ മുസ്കിറ, ആരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുവെങ്കിൽ തീനത്തിൽ ഖബാൽ, അല്ലാഹു അയാളെ തീനത്തിൽ ഖബാല് കുടിപ്പിക്കുമെന്നാണ്. റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഈ തീനത്തിൽ ഖബാല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറഖു അഹ്ലിന്നാരി ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് അവരെ നരകത്തിൽ കത്തിയരിക്കപ്പെടുകയും നരകത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഇറങ്ങി വരുന്ന കത്തിജ്വലിക്കുന്ന തീയിൽ കിടന്ന് കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഊറി വരുന്ന ആ ജലമാണ് ഈ കള്ളുകുടിയന്മാർക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കും അല്ലാഹു തആല കുടിക്കാൻ കൊടുക്കുന്ന പാനീയമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വെച്ചോ. ഒന്ന്, കള്ളു കുടിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. വ്യഭിചരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. കളവ് നടത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അറിയാം, വിശുദ്ധ ഖുർആനിൽ ഏതെല്ലാം തിന്മകൾ വിരോധിച്ചിട്ടുണ്ടോ ആ തിന്മകളെല്ലാം ഒരു വികാസവും പ്രാപിച്ചിട്ടില്ലാത്ത, ദുനിയാവിൽ ആ ഭൗതികമായ ഒരു സൗകര്യവും ലഭിച്ചിട്ടില്ലാത്ത നാടിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ഈ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതിൽ നിരോധിച്ചിട്ടുള്ള തിന്മകളെ നോക്കുക.
കള്ളുകുടിയെ വിരോധിച്ചു, വ്യഭിചാരത്തെ വിരോധിച്ചു, കക്കലിനെ വിരോധിച്ചു, കൊള്ള നടത്തുന്നതിനെ വിരോധിച്ചു. എല്ലാ അധർമ്മങ്ങളും വിരോധിക്കുമ്പോഴും ആ അധർമ്മങ്ങളെല്ലാം പുതിയ രൂപത്തിലാണ് ഇന്നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കളവുകളല്ല, വലിയ വലിയ കോടാനുകോടികളാണ് ആളുകൾ കവർന്നെടുക്കുന്നത്. അതിന് കുംഭകോണം എന്ന് പേര് പറഞ്ഞാലും, അഴിമതി എന്ന് പേര് പറഞ്ഞാലും, അതിന് ഫിനാൻസ് എന്ന് പേര് പറഞ്ഞാലും, ഏത് പേര് പറഞ്ഞാലും ആളുകൾ കവർന്നെടുക്കുന്ന, അന്യായമായി കവർന്നെടുക്കുന്ന ധനത്തിന്റെ അളവത്രയാണ്. വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നിരോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തന്ന ചരിത്രം ഏതാണ്? ഒരു വിശ്വാസിയുടെ മനസ്സിനെ കിടിലം കൊള്ളിക്കുന്ന, ഒരു വിശ്വാസിയുടെ മനസ്സിനെ ജാഗരണം കൊള്ളിക്കുന്ന ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങി. അതിലൊരാളുടെ ചരിത്രം നമ്മൾ ഓരോ സമയവും ആലോചിക്കേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ആളുകളെ കൊണ്ട്, തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചു. നല്ലവനായ ആ മുതലാളി എല്ലാവർക്കും സമയമായപ്പോൾ കൂലി കൊടുത്ത് തിരിച്ചയച്ചു. പക്ഷേ അയാൾ കൂലി വാങ്ങാൻ വന്നില്ല. അദ്ദേഹത്തെ നോക്കി, അദ്ദേഹത്തെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ആ മുതലാളിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഞാൻ പണിയെടുത്തതിന്റെ കൂലി വേണം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഏതൊരാളും പരിഹസിച്ച് ആട്ടി മുറ്റത്തിന് പടിക്ക് പുറത്തേക്ക് കിടക്കൂ എന്ന് പറയണ്ട. ആ സമയത്ത് ഈ മുതലാളി അദ്ദേഹത്തെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണുന്ന നിരന്നു നിൽക്കുന്ന ഒട്ടകങ്ങളെ, മേഞ്ഞു തിന്നുന്ന ആടുകളെ, അദ്ദേഹം നട്ടുവളർത്തിയ കൃഷിയിടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ മാസങ്ങളോളം പണിയെടുത്ത ആ കൂലി, താങ്കളുടെ പേരിൽ നാം വളർത്തിയെടുത്ത വിഭവങ്ങളാണത്, താങ്കൾക്ക് കൊണ്ടുപോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അങ്ങനെ അയാൾ ആ കൂലിയുമായി തിരിച്ചു പോകുന്ന കാഴ്ച റസൂലുള്ളാഹി നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഒരാളുടെ ധനം അന്യായമായി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു വിശ്വാസി, അയാൾ എന്തിൽ നിന്നെല്ലാം മാറി നിൽക്കണം, ആലോചിച്ചു നോക്കണം നമ്മള്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാൾക്ക് അല്ലാഹു തആല ഭൗതികമായ ഒരു കാര്യത്തിൽ നിന്ന് അല്ലാഹു അയാൾക്ക് മോചനം നൽകിയെന്ന്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലാഹു അയാൾക്ക് ഒരു മുക്തിയുടെ, ഒരു തുറസിന്റെ മാർഗം അല്ലാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും അല്ലാഹു അയാളുടെ രക്ഷകനായി വരും. അതിന് ആ സൂക്ഷ്മത വേണം. റസൂലുള്ളാഹി ഇത് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം ധനം തിന്നരുത്. ഈ ധനം തിന്നരുതെന്ന് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം ധനം തിന്നരുതെന്ന് പറഞ്ഞത്, ഇല്ലാ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്തുന്ന കച്ചവടമോ ഇടപാടുകളോ അല്ലാതെ അന്യായമായ മാർഗത്തിൽ ധനം തിന്നരുത്. ആലോചിച്ചു നോക്കൂ, ആളുകൾ അവരവരുടെ മയ്യത്തെടുത്ത് വെക്കും. നമ്മൾക്ക് പുരുഷന്മാർക്കറിയാം, മയ്യത്തെടുത്ത് വെച്ച് പള്ളിയിൽ വെച്ച് അവസാനത്തെ ആള് ഒളു ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വിളിച്ചു പറയും, ഇന്ന ആളുടെ മയ്യത്താണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ഇന്നാലിന്ന കുടുംബത്തിലെ ഇന്നാലിന്ന ആളുടെ മയ്യത്തെടുത്ത് വെക്കാൻ, മയ്യത്ത് നമ്മൾ നമസ്കരിക്കാൻ പോകുന്നു. അയാളുമായി എന്തെങ്കിലും കാര്യത്തിൽ വല്ല വാക്കാലോ പ്രവർത്തനത്താലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ക്ഷമിക്കണേ എന്ന് പറയുന്നത് പോലെ സാമ്പത്തികമായ ഇടപാടുകൾ അയാൾക്ക് നിങ്ങൾ അയാളുടെ മക്കളുമായി നിങ്ങൾ ഇടപാടുകൾ തീർക്കണേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു നോക്കണം. അള്ളാഹു വിരോധിച്ച, അള്ളാഹുവിന്റെ റസൂലിനറിയാത്ത, സ്വഹാബത്തിനറിയാത്ത സ്ത്രീധനത്തിന്റെ തോത്, സ്ത്രീധനത്തിന്റെ പൈസ, ആ സമ്പാദ്യം ഏത് വകുപ്പിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക എന്നൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മളൊക്കെ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് ആളുകൾ വരും. ആ ആളുകളുടെ അടുത്ത് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ധാരാളം പുണ്യകർമ്മങ്ങളുണ്ട്. ആ പുണ്യകർമ്മങ്ങളെല്ലാം അയാളുടേതായി അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ, അയാൾ ചെയ്ത അധർമ്മങ്ങളുടെ, സാമ്പത്തികമായ ഇടപാടുകളുടെ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളുടെ പശ്ചാത്താപമായി, പ്രായച്ചിത്തമായി അയാളുടെ തിന്മക്ക് പകരം കൊടുത്ത് അവരുടെ തിന്മകൾ സ്വയം ഏറ്റെടുത്ത് സ്വന്തം നന്മകൾ കളഞ്ഞുകുളിച്ച് നരകത്തിലേക്ക് പോകുന്ന ഒരു വിപത്തിനെ കുറിച്ച് മുസ്ലിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമസ്കരിച്ചു കഴിഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് ഓടി. എന്താണ് റസൂലുള്ളാഹ് ഇത്ര വേഗത്തിൽ ഓടിപ്പോയത്? അവിടുന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എനിക്ക് ചില വെള്ളിയുടെ തിബറുകൾ, വെള്ളിയുടെ ചില കഷ്ണങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. ആ കിട്ടിയ വെള്ളിക്കഷ്ണങ്ങളെല്ലാം
സദഖ കൊടുക്കാൻ, ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കാൻ ഞാൻ മറന്നുപോയത്. നമസ്കാരത്തിന്റെ അവസാന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, അത് കൊടുക്കാനാണ് ഞാൻ നമസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ വീട്ടിലേക്ക് പോയതെന്ന്. ആ പാരമ്പര്യമാണ് മുസ്ലിങ്ങളുടേത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്, ലയതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കിടയിലേക്ക് ഒരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാലു അമിൻ ഹലാലിൻ അം മിൻ ഹറാം, ജനങ്ങൾ സമ്പാദിക്കുന്ന ഒരു കാലം വരാനുണ്ട്, ഹറാമാണോ ഹലാലാണോ എന്നൊന്നും നോക്കാതെ ധനം സമ്പാദിക്കുക, ജീവിതം ആസ്വദിക്കുക, ഭൗതികമായ സൗകര്യങ്ങൾ വലിച്ചു കൂട്ടുക. ഇതിൽ ഹറാമ് നോക്കുന്നില്ല, ഹലാല് നോക്കുന്നില്ല, ഇതൊന്നും നോക്കാതെ ധനം സമ്പാദിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലം ഇന്നത്തെ കാലമാണോ എന്നത് നമ്മളാണ് ആലോചിച്ചു നോക്കേണ്ടത്. തിരുമേനി ഒരിക്കൽ പറഞ്ഞല്ലോ, ഓരോ സമൂഹം കഴിയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അതിന് ശേഷം വരുന്ന സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കും, കഴിഞ്ഞ തലമുറ, കഴിഞ്ഞ നൂറ്റാണ്ട് നല്ല ആളുകളായിരുന്നു, അവർ വിശ്വസ്തന്മാരായിരുന്നു, അവർ മുത്തഖികളായിരുന്നു, അവർ നല്ലവരായിരുന്നു എന്ന് ഓരോ തലമുറയും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ കുറിച്ച് പറയും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന തലമുറ, ജനത, എല്ലാ വൃത്തികേടുകളും ഇന്ന മിൻ അശറിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അധർമ്മികളും ദുഷ്ടന്മാരുമായ ആളുകൾക്കിടയിലേക്കാണ് അള്ളാഹുവിന്റെ ദിനം എന്ന് പറയുന്ന ഖിയാമത്ത്, യൗമുൽ ഖിയാമ കടന്നു വരുന്നത്. ആ ദിവസത്തിന് മുമ്പായിട്ടാണ് ഓരോരുത്തരും അവരവരുടെ സ്വന്തം യൗമുൽ ഖിയാമ വരുന്നതിന് മുമ്പായിട്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച കാര്യങ്ങളിൽ ഇത് വ്യക്തമാണ്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാര്യം നോക്കുക, ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫുഹ്ശ വത്തഫഹുശ, അല്ലാഹു തആല എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളോടും കോപമുള്ളവനാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി ലാ തഖൂമുസ്സഅ ഹത്താ യുഖവ്വലൽ അമീൻ, വിശ്വസ്തന്മാരായ ആളുകൾ ചതിക്കപ്പെടുന്ന കാലം വരുന്നു. എല്ലാ മ്ലേച്ഛവൃത്തികളും എല്ലാ അധർമ്മങ്ങളും നടമാടുന്നിടത്തോളം ഈ കാര്യങ്ങൾ വ്യാപകമായി വഞ്ചകന്മാരെ വിശ്വസ്തന്മാരായി അവരോധിക്കുന്ന കാലം വരാനിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന കാലം വരാനിരിക്കുന്നു. അയൽവാസികൾ ഏറ്റവും ദുഷ്ടന്മാരായ മോശപ്പെട്ട ആളുകളായി വരുന്ന കാലം വരാനിരിക്കുന്നു. അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. വല്ലാഹി ഇന്ന മസലൽ മുഅ്മിനി കമസലിൽ ഖിത്അതി മിനൽ ദഹബി, ശരിക്കും നമ്മൾ കേൾക്കേണ്ട വചനമാണിത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ഉദാഹരണം കമസലിൽ ഖിത്അതി മിനൽ ദഹബി, ഒരു സ്വർണത്തിന്റെ കഷ്ടം പോലെയാണ് ഒരു സത്യവിശ്വാസി. എന്താണ് ആ സ്വർണത്തിന്റെ പ്രത്യേകത? നഫഹ അലൈഹാ സ്വാഹിബുഹാ വലം തഗയ്യർ വലം തൻഖുസ്, ആ തങ്കത്തിലേക്ക്, ആ തങ്കക്കട്ടിയിലേക്ക് അത് ചുട്ടുപഴിപ്പിച്ചെടുത്താലും അതിൽ നിന്നൊന്നും കുറവ് വരികയോ അതിന് എന്തെങ്കിലും കലർപ്പ് സംഭവിക്കുകയോ ഇല്ല. വിശ്വാസി അയാൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നടക്കുന്ന മാലിന്യങ്ങളൊന്നും അയാളുടെ ജീവിതത്തെ ആവേശിക്കുകയില്ല. ആണായാലും പെണ്ണായാലും സമൂഹത്തിൽ നിറഞ്ഞൊഴുകുന്ന ഏത് അധർമ്മങ്ങളിലും അയാൾ മുങ്ങിക്കുളിക്കുന്നവനല്ല. അയാളുടെ തങ്കപ്പെട്ട ജീവിതവുമായി, അയാളുടെ തങ്കപ്പെട്ട മനസ്സുമായി, തങ്കപ്പെട്ട പ്രവർത്തനങ്ങളുമായി അയാൾ അടിയുറച്ചു നിൽക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും വിശദീകരിക്കുന്നത്, ഇന്ന മസലിൽ മുഅ്മിനി കമസലിൻ നഹ്ല അക്കലത്തു ത്വയ്യിബ വവളഅത്തു ത്വയ്യിബ, ഒരു വിശ്വാസി തേനീച്ചയെ പോലെയാണ്. ആ തേനീച്ച നല്ലത് തിന്നുന്നു, നല്ലത് ഒഴിവാക്കുകയും ചെയ്യുന്നു. എത്ര നല്ല ഉദാഹരണമാണ്! സമൂഹത്തിലെ ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിച്ചാലും ഒരു വിശ്വാസി അയാളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നല്ലതാണ്, അയാൾ ചെല്ലുന്നത് നല്ലതാണ്, അയാൾ ചെയ്യുന്നത് നല്ലതാണ്, അയാൾ ഇടപെടുന്നത് നല്ലതാണ്, അയാളിൽ നിന്ന് ആളുകൾക്ക് കിട്ടുന്നതും നല്ലതാണ്. അള്ളാഹുവിന്റെ റസൂല് ഉദാഹരണമായി പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. ഒന്ന്, വിശ്വാസികൾ തങ്കമാണ്, ഒരു മാലിന്യവും അയാളെ സമീപിക്കുകയില്ല. രണ്ട്, തേനീച്ചയാണ് അയാൾ. ആ തേനീച്ച നല്ലത് മാത്രമേ തിന്നുന്നുള്ളൂ,
ആ തേനീച്ചയിൽ നിന്ന് പുറത്തു വരുന്നത് തേനിനെ കുറിച്ച് പറയേണ്ടതില്ല. അതുപോലെയാണ് ഒരു വിശ്വാസി, അയാളെ യാതൊരു വിധത്തിലും ഒരു മാലിന്യവും പിടികൂടുന്നില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അൽ മുഅ്മിനു മൻ അമിനഹുന്നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരു വിശ്വാസി മറ്റുള്ളവരുടെ ധനത്തിന്റെ കാര്യത്തിൽ ആർക്കും അയാളെ ഭയപ്പെടേണ്ടതില്ല. അയാളുടെ കാര്യത്തിൽ നിർഭയനായി ജീവിക്കാം. അയാൾ കവർന്നെടുക്കുകയില്ല, അയാൾ പറ്റിക്കുന്നവനല്ല, അയാൾ ചതിക്കുന്നവനല്ല, അയാൾ വഞ്ചിക്കുന്നവനല്ല. അയാളെക്കുറിച്ച് നിർഭയമായി ഏത് കാര്യവും അയാളെ ഏൽപ്പിക്കാം. അയാൾ വഞ്ചന നടത്തുന്നവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നാവുകളിൽ, നമ്മുടെ ഖുത്ബകളിൽ എന്നും വരുന്ന ഹദീസ് ഉണ്ടല്ലോ, തിരുമേനി പറഞ്ഞത് ആയാത്തുൽ മുനാഫിഖ് സലാത്തുൻ, ആയാത്തുൽ മുനാഫിഖ് അർബഅ. റസൂലുള്ളാഹി പറഞ്ഞത് ഇദാ ഹദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും, വ ഇദാ ഉത്മിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുകയും ചെയ്യും, വ ഇദാ വഅദ അഖലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുകയും ചെയ്യും, വ ഇദാ ഖാസ്വമ ഫജറ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അയാൾ തെറികേട് കാണിക്കുകയും നെറികേട് പറയുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി. വഇൻ സ്വാമ വസല്ല വസഅമ അന്നഹു മുസ്ലിമുൻ, അയാൾ നമസ്കരിച്ചാലും അയാൾ നോമ്പെടുത്താലും ഞാൻ മുസ്ലിമാണ് എന്ന് അയാൾ പറഞ്ഞാലും ഇന്നഹു മുനാഫിഖുൻ മുഖ്ലിസുൻ, അയാൾ നിഷ്കളങ്കനായ മുനാഫിഖാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പറഞ്ഞു വരുന്നത് തിന്മയിലേക്ക് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളെല്ലാം തുറന്നു കിടക്കുന്നു. ആ വഴികളിലൂടെയൊക്കെ കയറി ഇറങ്ങേണ്ടയാളല്ല ഒരു സത്യവിശ്വാസി. അയാൾ അള്ളാഹുവിനെ പേടിക്കേണ്ടവനാണ്, പടച്ചവനെ സൂക്ഷിക്കേണ്ടവനാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥ ആലോചിക്കുക. ഓരോ ദിവസവും ഓരോ പുതിയ നിയമങ്ങൾ വരുന്നു. എന്താ കാരണം? ആ നിയമങ്ങളെല്ലാം വീണ്ടും ലംഘിക്കപ്പെടുന്നു, ആളുകൾ മറികടക്കുന്നു. വീണ്ടും നിയമങ്ങൾ വരുന്നു, വീണ്ടും ആളുകൾ മറികടക്കുന്നു. അങ്ങനെ നിയമങ്ങളുടെ ഒരു വേലിയേറ്റമാണ് നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത്. അധർമ്മങ്ങൾ പെരുകുമ്പോൾ ധാരാളം നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടും. ആ നിയമങ്ങൾ വീണ്ടും ആളുകൾ പരിലംഘിക്കും. അങ്ങനെ നിയമങ്ങളും വിധികളും വിലക്കുകളുമായി ജീവിക്കുകയാണ് ആളുകൾ. പക്ഷേ അല്ലാഹു തആല, നിങ്ങൾ മദീനയിലേക്ക് നോക്കൂ, നിങ്ങൾ മക്കയിലേക്ക് നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ അധർമ്മങ്ങളിൽ നിന്നെല്ലാം ആളുകളുടെ പടച്ചവനിലേക്ക് തിരിച്ചു വിളിച്ചത്. ഈ അധർമ്മങ്ങളിൽ മുങ്ങിത്താഴുന്ന സകലമാന തിന്മകളിലും എല്ലാ തിന്മകളിലും മുഴുകി ജീവിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ റസൂല് അവരുടെ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ടില്ല. പടച്ചവനെ പറഞ്ഞാണ് തിരിച്ചു വിളിച്ചത്, അള്ളാഹുവിനെ പറഞ്ഞാണ് തിരിച്ചു വിളിച്ചത്, പരലോകത്തെ പറഞ്ഞാണ് തിരിച്ചു വിളിച്ചത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? ആളുകളോട് ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ രോഗത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന, എയ്ഡ്സിനെ കുറിച്ച് സംസാരിക്കുന്ന, മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ, നല്ല വിവരമുള്ള ആളുകൾ അതുപയോഗിക്കുന്നു. മദ്യം കുടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, അധർമ്മങ്ങൾ ചെയ്യുന്നു. എന്താണ് കാരണം? കരൾ തിന്നുന്നു എന്നറിഞ്ഞും മദ്യപിക്കുന്ന ഡോക്ടറോട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? എയ്ഡ്സ് വരുമെന്നോ ഗുണോറിയ വരുമെന്നോ അറിയുന്ന ഡോക്ടറോട് വ്യഭിചരിക്കരുതെന്ന് പറയാൻ നമ്മൾക്ക് അവകാശം എന്താണ്? ആ അവകാശമാണ് പ്രവാചകന്മാർ നേടിയെടുത്തത്. അള്ളാഹുവിനെ പേടിക്കുക, പടച്ചവനെ സൂക്ഷിക്കുക. അതല്ലാത്ത ഒരു മരുന്ന് ഈ വിഷയത്തിലില്ല. കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ആർക്കും അറിയും, വ്യഭിചരിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് എല്ലാവർക്കും അറിയും. അറിയാതിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. ആ ബോധമാണ് അള്ളാഹുവിന്റെ റസൂൽ ആളുകൾക്ക് ഓതിക്കൊടുത്തത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നെറ്റിന്റെ ഈ വലയുടെ ഇന്റർനെറ്റിന്റെ മായാലോകത്ത് വിഹരിക്കുന്ന കോടാനുകോടി ചെറുപ്പക്കാരാണ് ഇന്ന് ലോകത്തിലുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഇത്തരം സൈറ്റുകളാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന പരസ്യമാണ്. ആലോചിച്ചു നോക്കൂ, ആരും കാണാതെ, ആരും അറിയാതെ, ആരും ഒന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല, കാണുന്നില്ല എന്ന് വെച്ച് ചെയ്യുന്ന ഈ തിന്മകൾ ഒരു വിശ്വാസി ചെയ്യാത്തതെന്താണ്? അള്ളാഹു അയാളെ കാണുന്നു, അള്ളാഹു അയാളെ അറിയുന്നു, അള്ളാഹു അയാളെ കേൾക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ, അള്ളാഹുവിന്റെ ശത്രുക്കളെ, പടച്ചവന്റെ നിയമങ്ങളെ പരിധിലംഘിച്ച് ജീവിച്ച അള്ളാഹുവിന്റെ ശത്രുക്കളെ അല്ലാഹു തആല ഫഹും യൂസഊൻ, അവർ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയം ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമൂഹും വഅബ്സ്വാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, അവരുടെ ത്വലികൾ വിളിച്ചു പറയലായി, അവരുടെ കണ്ണുകൾ വിളിച്ചു പറയലായി, അവരുടെ കാതുകൾ വിളിച്ചു പറയലായി, എല്ലാവരും സാക്ഷിയായി വരുന്ന ഒരു പരലോകത്തെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. കൈകൾ സാക്ഷിയാവുക,
തൊലികൾ സാക്ഷിയാവുക, കണ്ണുകൾ സാക്ഷിയാവുക, നമ്മുടെ കാതുകൾ സാക്ഷിയാവുക. നമ്മുടെ കൈയറിയാതെ നമ്മൾക്കൊരു പ്രവർത്തനം ചെയ്യാൻ സാധ്യമല്ല. ഏത് കോണിലും ഏത് ഇരുട്ടറയിലും ലോകത്തിനു മുമ്പിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചാലും അത് ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ കൈയാണ്, എൻ്റെ കണ്ണാണ്, എൻ്റെ നാവാണ്, എൻ്റെ വായാണ്, എൻ്റെ കാതുകളാണ്, എൻ്റെ തൊലിയാണ്. എന്നെ മറച്ച് എനിക്കൊരു പ്രവർത്തനവും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വഖാലൂ ലിജുലൂദിഹിം, ഓരോ ശരീരവും ഓരോരുത്തരുടെയും തൊലിയോട് സംസാരിച്ചു തുടങ്ങുമെന്നാണ്. സ്വന്തം തൊലിയോട് സംസാരിച്ചു തുടങ്ങും. ലിമ ശഹിത്തും അലൈനാ, നിങ്ങളെന്തിനാണ് ഞങ്ങളോട്, നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? വഖാലൂ, അപ്പോ ഈ തൊലികൾ പറയും, കയ്യും കാലുമടക്കമുള്ള അവയവങ്ങൾ പറയും, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ വഹുവ ഖലഖക്കും അവ്വല മറ വഇലൈഹി തുർജഊൻ. അല്ലാഹുവാണ് നാവിന് സംസാരിക്കാൻ ശക്തി നൽകിയവൻ. ആ പടച്ചവൻ തന്നെയാണ് ഞങ്ങളെ സംസാരിപ്പിച്ചു തുടങ്ങിയത്. ഇനിയുള്ള വാക്കാണ് കേൾക്കേണ്ടത്. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സ്വാറുക്കും വലാ ജുലൂദുക്കും. നിങ്ങൾ വിചാരിച്ചു പോയി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന്, നിങ്ങളുടെ കാതുകളിൽ നിന്ന്, നിങ്ങളുടെ തൊലികളിൽ നിന്നെല്ലാം അത് മറച്ചു വെക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. ഇങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജീവിതത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ എല്ലാ സ്ഥലങ്ങളിലും അധർമ്മങ്ങൾ കൊടികുത്തി വാഴുന്ന സമയത്ത് അതിനിടയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ റസൂലുള്ള ഉദാഹരിച്ചത്, നിങ്ങൾ ഒരിടനാഴിയിലൂടെ കടന്നു പോകുന്ന ഒരാളെ പോലെയാകണം. ഒരിടനാഴിയിലൂടെ കടന്നു പോകുന്നവനെ പോലെയാണ് നിങ്ങൾ. ആ ഇടനാഴിയിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വെളിച്ചം വാരി വിതറിയിട്ടുണ്ട്, വീണ് കിടക്കുന്നുണ്ട്. ആ വെളിച്ചമുള്ള ആ വഴി പ്രകാശമയമാണ്. ആ വെളിച്ചത്തിലൂടെ നേരെ മുന്നോട്ട് പോവുക. വലതുഭാഗത്ത് വാതിലുകളുണ്ട്, ഇടതുഭാഗത്ത് വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ വിരികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ വാതിലുകൾ തുറന്നു നോക്കരുത്. അധർമ്മങ്ങളുടെ പിശാചിന്റെ വഴിയാണത്, കുറ്റകൃത്യങ്ങളുടെ വഴിയാണത്. ആ വാതിലുകൾ തുറന്നു നോക്കരുത്. ആ വാതിലുകൾ വകഞ്ഞു നോക്കരുത്. അത് പൈശാചികമായ കവാടങ്ങളാണ്. ആ സൂക്ഷ്മത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് ഒരിക്കൽ മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചാളുകൾ കച്ചവടം ചെയ്യുന്നത് കണ്ടു. ഈദ് നമസ്കാരത്തിന് മുസല്ലയിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചാളുകൾ ആ മുസല്ലയിൽ വെച്ച് സാധനങ്ങൾ വിൽക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹ് വിളിച്ചു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അയ്യുഹത്തുജാർ അൻതുമുൽ ഫുജാർ യൗമൽ ഖിയാമ. കച്ചവടക്കാരെ, വ്യാപാരികളെ, ജനങ്ങളെ, പരലോകത്ത് നിങ്ങളാണ് അധർമ്മികളായി വരുന്നത്. നിങ്ങൾ കച്ചവടക്കാരാണ് അധർമ്മികളായി വരുന്നത്. എന്നിട്ട് തിരുമേനി പറഞ്ഞു, ഇല്ലാ മനിത്തഖാ വസ്സദഖാ വബറ. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധത പാലിക്കുകയും പുണ്യം ചെയ്യുകയും ചെയ്തവരല്ലാത്ത എല്ലാ കച്ചവടക്കാരും ഫുജാറുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്. ഏത് മേഖലകളിലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കള്ളം പറയുന്ന, കള്ളത്തരം കാണിക്കുന്ന, അന്യായം ചെയ്യുന്ന, അധർമ്മങ്ങൾ ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പെരുകി വരികയാണ്. അത് നെറ്റിലായാലും ഇന്റർനെറ്റിലായാലും ചാറ്റ് ചെയ്യലായാലും വേറെ ഏത് രൂപത്തിലായാലും ഇങ്ങനെ ചതിയും വഞ്ചനയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വിശ്വസിക്കുന്ന, ഇതിനിടയിൽ ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുഴപ്പങ്ങളെ സൂക്ഷിക്കണേ, നിങ്ങൾ കുഴപ്പങ്ങളെ കരുതിയിരിക്കണം. അത് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല അതിന്റെ വിപത്ത് പിടികൂടുക. എല്ലാ ആളുകളെയും, സമൂഹത്തെ മൊത്തത്തിൽ അത് ബാധിക്കുന്നതിന്റെ അടയാളങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ ടിവിയിലൂടെ, നമ്മുടെ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. നമ്മളറിയാതെ നമ്മുടെ കുടുംബങ്ങൾ ഈ വലയത്തിനുള്ളിലേക്ക് വരുന്നു. നമ്മളറിയാതെ നമ്മുടെ ചുറ്റുപാടുകൾ ഈ ആശയത്തിനുള്ളിലേക്ക് വരുന്നു. അതുകൊണ്ട് കരുതിയിരിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞ ഒരായത്തോതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൽ ബലദു ത്വയ്യിബു, നല്ല ഒരു നാട്,
നല്ല ഒരു നാട് ഏത് പ്രകാരമായിരിക്കും? തന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടെ നല്ലതിനെ മാത്രം മുളപ്പിക്കുന്നതാണ്, നല്ലത് മാത്രം നൽകുന്നതാണ്. വല്ലത്തി ഖബുസ, മോശപ്പെട്ട നാട്, ചീത്തയായ പ്രദേശം, ലാ യഖ്റുജു ഇല്ലാ നകിദാ, അത് പാഴ്ചെടികളും പാഴ്വിളകളുമല്ലാതെ ഒന്നും അത് മുളപ്പിക്കുന്നില്ല, നല്ലതിനെ ഒന്നിനും അത് മുളപ്പിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നല്ല ജീവിതം നയിക്കേണ്ടവരാണ്, എല്ലാ തിന്മകളിൽ നിന്നും രാജിയാകേണ്ടവരാണ്, എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ്. നല്ലതിനെ മാത്രം ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഈമാനും കരുത്തുമാർജിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതാണ് നമ്മളോട് ഓരോ ഖതീബും ഓരോ വെള്ളിയാഴ്ചയും യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് ഓരോ വെള്ളിയാഴ്ചയും ആധികാരികമായി ഗൗരവത്തോടുകൂടെ ഓരോ ഖതീബും ആളുകളോട് ഉത്ബോധിപ്പിക്കുന്നത് മുസ്ലിമായി മരിക്കാൻ, അധർമ്മങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക, തിന്മകളോട് എല്ലാ അർത്ഥത്തിലും വിട പറഞ്ഞ് ജീവിക്കുക, എല്ലാത്തരം അധർമ്മങ്ങളും അവസാനിപ്പിച്ച് സത്യസന്ധമായി ഈമാനോടുകൂടെ ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല റഹ്മാനും റഹീമുമായ പടച്ചതമ്പുരാൻ നല്ല കുടുംബങ്ങളായി, നല്ല ആളുകളായി, യഥാർത്ഥ മുസ്ലിങ്ങളായി ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മുസ്ലിമായി അവനെ കണ്ടുമുട്ടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.